കണ്ണൂരിലെ വിമത നീക്കത്തിന് പരിഹാരം കാണാൻ ഇടപെട്ട് കോൺഗ്രസ് നേതൃത്വം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളും KPCC ഭാരവാഹികളും വിവിധ ഭീഷണി ഉയർത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളുമായി ആശയവിനിമയം നടത്തി. തളിപ്പറമ്പിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനാണ് നാമനിർദ്ദേശ പത്രിക നൽകാൻ ഒരുക്കങ്ങൾ നടത്തിയത്. പയ്യന്നൂരിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസിൻ മജീദും പത്രിക നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിനിടെ KPCC അംഗം കൊയ്യം ജനാർദ്ദൻ തളിപ്പറമ്പിൽ UDF തീരുമാനത്തിനെതിരെ നാമനിർദ്ദേശ പത്രിക നൽകി. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, വെരി ഗുഡ് മോർണിംഗ് അർജുൻ കല്യാട്. നമ്മുടെ കണ്ണൂരിലെ കെ സുധാകരന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെങ്കിലും മൂന്നിടങ്ങളിൽ വിമതശല്യം ഉണ്ടായിരുന്നു. പയ്യന്നൂരിൽ ഫസൻ മജീദ്, അതേപോലെ തളിപ്പറമ്പിൽ നമ്മുടെ കൊയ്യം ജനാർദ്ദനൻ, പിന്നെ വിജിൽ മോഹൻ. ഇതിൽ യുവനേതാക്കളെയൊക്കെ അനുനയിപ്പിക്കൽ വിജിലിന്റെ കാര്യത്തിലും ഫർസന്റെ കാര്യത്തിലും തീരുമാനമായെന്ന് തോന്നുന്നു. കൊയ്യത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് തീരുമാനമാകാതിരിക്കുന്നത്. അനുനയിപ്പിക്കാൻ തീവ്രമായ കൂടിയാലോചനകളുണ്ട്. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ ഇടയിലുണ്ടായിരുന്ന വിമത ശബ്ദങ്ങളിൽ 90% അവർക്ക് പരിഹരിക്കാൻ സാധിച്ചു. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുകയോ ചെയ്യുന്നവർക്ക് പാർട്ടിയിലും സർക്കാരിലും പദവികൾ ഉണ്ടാകും എന്നുള്ളൊരു പ്രഖ്യാപനമാണ് നടത്തിയത്. അതിൽ ഈ യുവ നേതാക്കൾ തൽക്കാലം ഒന്ന് കീഴടങ്ങി എന്ന് വേണമോ കരുതാൻ? തൽക്കാലം വിമത നീക്കങ്ങളെല്ലാം അവസാനിക്കുകയാണോ കോൺഗ്രസിൽ, അർജുൻ കല്യാൺ? ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട വിമത ശബ്ദങ്ങളെ താൽക്കാലികമായി ഒതുക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായി യൂത്ത് കോൺഗ്രസിന്റെ രണ്ട് നേതാക്കൾ, അത് ഒന്ന് പയ്യന്നൂരിൽ ഫർസിൻ മജീദും തളിപ്പറമ്പിൽ വിജിൽ മോഹനും നാമനിർദ്ദേശ പത്രിക നൽകുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്, അറിയിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായും അവരുമായി DCC നേതൃത്വവും KPCC ഭാരവാഹികളും ഒക്കെ നേരിട്ട് സംസാരിക്കുകയും അവരോട് താൽക്കാലികമായി ഇങ്ങനെയൊരു സമീപനം സ്വീകരിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പത്രിക നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി അവർ സൂചിപ്പിച്ചിരുന്നത് ഈ CPIM വിമതരെ എന്തിനാണ് പാർട്ടി വിട്ട് വരുമ്പോൾ തന്നെ കൈനീട്ടി UDF സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത്? കാരണം കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തനത്തെ കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ വളരെ ശക്തമായി ആക്രമിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ഒരു പാർട്ടിയാണ് CPIM. ആ പാർട്ടിയിൽ ആ സമയത്ത്, അതായത് പാർട്ടി വിടുന്നതിന് മുമ്പ് തന്നെ ആ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയവരാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളായി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവരെ എന്തിനാണ് പിന്തുണയ്ക്കുന്നത് എന്നുള്ള ചോദ്യം യൂത്ത് കോൺഗ്രസ് ഉയർത്തിയിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഈ പറയുന്ന ഒരു പത്രിക നൽകും എന്നുള്ള കാര്യം അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ എന്തായാലും ഈ നേതൃത്വമൊക്കെ ഇടപെട്ടുകൊണ്ട് താൽക്കാലികമായി ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു ആശങ്കയായി നിൽക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കുന്നത് KPCC അംഗം കൊയ്യം ജനാർദ്ദനൻ തന്നെയാണ്. കൊയ്യം ജനാർദ്ദനൻ ഇപ്പോൾ ഇന്നലെയാണ് പത്രിക നൽകിയത്. ഇനിയിപ്പോൾ പത്രിക പിൻവലിക്കേണ്ടി വരും. എന്തായാലും നേതൃത്വം കൊയ്യം ജനാർദ്ദനോടും വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇങ്ങനെ ഒരു പത്രിക നൽകാൻ വേണ്ടി പാടില്ല, അല്ലെങ്കിൽ നൽകിയ പത്രിക ഉടൻ തന്നെ പിൻവലിക്കണം എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. എന്തായിരിക്കും കൊയ്യം ജനാർദ്ദനൻ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിലും ഒരു വ്യക്തതയില്ല. എന്തായാലും വലിയ വിമത ശല്യത്തിന് ഒരു താൽക്കാലിക ശമനത്തിലേക്ക്, അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ ഇടപെടലൊക്കെ ഒരു ഫലം കാണുന്ന സമീപനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഡോക്ടർ അരുൺ, താങ്ക് യു. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പൊട്ടിത്തെറികളൊക്കെ തൽക്കാലത്തേക്ക് അടങ്ങുന്നു എന്നുള്ളതാണ് ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. UDF ഉണ്ടായിരുന്നതൊക്കെ ചെറിയ പടക്കങ്ങളല്ലേ, ചെറിയ ചെറിയ ശബ്ദങ്ങളല്ലേ, പൊട്ടിത്തെറികളല്ലേ. പക്ഷേ LDF വലിയ പൊട്ടിത്തെറി, കതിരാവടികളല്ലേ അവിടെ പൊട്ടിയത് എന്നാണ് പറഞ്ഞത്.